നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ജീവനുള്ള ഒരു അധ്യാപകൻ മുന്നിലുള്ളപ്പോൾ ജീവനില്ലാത്ത ഗ്രന്ഥങ്ങൾക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? അതെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനിരിക്കുന്ന വിഷയം കേരളത്തിന്റെ വിദ്യാഭ്യാസത്തെ കുറിച്ചാണ്. വിദ്യാഭ്യാസ നയത്തെക്കുറിച്ചാണ്. ഈയിടെ പുറത്തിറങ്ങിയ ഒരു നയമുണ്ട്. 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഇനി അങ്ങനെ എളുപ്പത്തിൽ പാസ്സാവാൻ പറ്റില്ല. ഓൾ പാസ് നിർത്തലാക്കിയിരിക്കുകയാണ്. ഇനി അവർ പാസ്സാകണമെങ്കിൽ കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതി വേണം ജയിക്കാൻ. അല്ലാത്തവർക്ക് ആ ക്ലാസ്സുകളിൽ തന്നെ തുടരാമെന്നതാണ്. ആദ്യമെല്ലാം നമുക്ക് പരീക്ഷകൾ എഴുതുന്നത് പഠിച്ചണോ ഇല്ലയോ ഒന്നും അറിയണ്ട, പക്ഷെ നമ്മൾ എന്തെങ്കിലും എഴുതിയാൽ മതി, പിന്നെ പാസ്സാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം 1ാം ക്ലാസ് മുതൽ 8 വരെ എങ്ങനെയെങ്കിലും പാസ്സായി പോകുമെന്നുള്ള ഒരു നിലപാടിലോട്ട് പോയിട്ട് പിന്നീട് അങ്ങോട്ടുള്ള ക്ലാസ്സുകളിൽ പരീക്ഷ എഴുതി തന്നെ ജയിക്കണം എന്നുള്ളൊരു രീതി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പിന്നെ കഷ്ടപ്പെട്ട് പഠിക്കണം. ആ സമയത്ത് ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളും എല്ലാം കൂടി കണക്കിലെടുത്താണ് ഇത് ആദ്യം ഈ ശീലം വേണമെന്നുള്ളൊരു നിയമം ഇപ്പോൾ അടുത്ത് കൊണ്ടുവന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് ആ ന്യൂസ് എന്താണെന്ന് കണ്ടിട്ട് വരാം. പരീക്ഷാ ചെലവിനുള്ള പണം കുട്ടികളിൽ നിന്ന് ഫീസായി മറ്റും പിരിച്ചെടുത്ത് പരീക്ഷ നടത്താൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവിറക്കി. സ്കൂളുകൾക്കാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നിർദ്ദേശം. മാർച്ച് 3-നാണ് പരീക്ഷ തുടങ്ങുന്നത്. അക്കൗണ്ടിൽ തുകയില്ലെന്നാണ് ഉത്തരവിൽ നൽകുന്ന വിശദീകരണം. പരീക്ഷ നടത്തിപ്പിനുള്ള പണം വകമാറ്റി ചിലവഴിച്ചതിനാൽ പ്രതിസന്ധി ഉണ്ടായി എന്നാണ് ആരോപണം. പരീക്ഷകൾ നടത്തുന്നതിനുള്ള പണം നേരത്തെ തന്നെ സ്കൂളുകൾക്ക് അനുവദിക്കാമായിരുന്നു. പക്ഷേ പരീക്ഷ കഴിഞ്ഞ ശേഷം തുക അധികമുണ്ടെങ്കിൽ മടക്കി നൽകിയാൽ മതി. പൊതുപരീക്ഷകൾക്കായി കുട്ടികളിൽ നിന്നും സർക്കാർ പ്രത്യേകം ഫീസ് ഈടാക്കാറുണ്ട്. ഇങ്ങനെ ഈടാക്കുന്ന പണം എത്തുന്നതാകട്ടെ ഡയറക്ടറേറ്റിലെ ഹെഡ് ഓഫ് അക്കൗണ്ടിലാണ്. എന്നിട്ടും പണമില്ല എന്ന് പറയുന്നതിൽ ദുരൂഹതയുണ്ടെന്നാണ് ഒരു വിഭാഗം അധ്യാപകരുടെ വാദം. ഇതേസമയം മറ്റൊരു ചോദ്യം കൂടെ ചോദിക്കേണ്ടി വരികയാണ്. ഇന്ത്യൻ വിദ്യാർത്ഥികളിൽ പലരും എന്തുകൊണ്ടാകും വിദേശ രാജ്യങ്ങളിലേക്ക് പഠനത്തിനായി ചേക്കേറുന്നത്? കാരണങ്ങൾ പലതാണ്. ഇതിൽ ഏറ്റവും മുഖ്യമായത് IIT-കളിലെ പ്രവേശനം ലഭിക്കാനുള്ള കടുത്ത മത്സരമാണ്. IIT പോലുള്ള മുൻനിര സ്ഥാപനങ്ങളിലെ ഏതാണ്ട് 13,000 സീറ്റുകൾക്കായി ഓരോ വർഷവും ജോയിന്റ് എൻട്രൻസ് പരീക്ഷ അഡ്വാൻസ് എഴുതിയത് 15 ലക്ഷത്തോളം പേരാണ്. നന്നായി പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ പോലും ചുരുങ്ങിയ ശതമാനം മാത്രമേ IIT-കളിൽ പ്രവേശനം ഉറപ്പാക്കാൻ സാധിക്കുന്നുള്ളൂ. ഇനി പ്രവേശനം ലഭിക്കുന്നവർക്ക് പോലും തങ്ങളുടെ റാങ്കിന്റെ വ്യത്യാസം കാരണം പലപ്പോഴും ഇഷ്ടപ്പെട്ട സ്ഥാപനമോ കോഴ്സോ ലഭിച്ചെന്ന് വരില്ല. പിന്നെ കിട്ടുന്നത് തിരഞ്ഞെടുക്കുക എന്ന വഴി മാത്രമേ മുന്നിലുള്ളൂ. നേരെ മറിച്ച് വിദേശത്തേക്ക് പഠനത്തിനായി പോകുമ്പോൾ ഇഷ്ടപ്പെട്ട കോഴ്സുകളിൽ പ്രവേശനം നേടാൻ സാധിക്കാറുണ്ട്. ഇന്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മറ്റൊരു പ്രശ്നം കോഴ്സ് ഘടനയിലെ വഴക്കമില്ലായ്മ തന്നെയാണ്. ഉദാഹരണത്തിന് IIT-കളിൽ പലപ്പോഴും പിന്തുടരുന്നത് എഞ്ചിനീയറിംഗ് ഊന്നൽ നൽകിക്കൊണ്ടുള്ള പഠനക്രമമാണ്. സാങ്കേതിക മേഖലയ്ക്ക് പുറത്തുള്ള പഠനത്തിനുള്ള സാധ്യതകൾ ഇവിടെ വിരളമാണ്. എന്നാൽ ഇപ്പോൾ കൂടുതൽ വിദ്യാർത്ഥികളും ആഗ്രഹിക്കുന്നത് വിശാലവും കൂടുതൽ വൈവിധ്യപൂർണവുമായ പഠന വിഷയങ്ങൾ ഉൾപ്പെടുന്ന പാഠ്യക്രമമാണ്. ഇതും വിദേശത്ത് എളുപ്പം ലഭിക്കും. അമേരിക്കയിലും UK-യിലുമൊക്കെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അത്യാധുനിക ഗവേഷണ സംവിധാനങ്ങളും ലോകപ്രശസ്ത അധ്യാപകരുമെല്ലാം മറ്റൊരു ആകർഷണവുമാണ്. ഇന്ത്യയിലെ ദൃഢമായ വിദ്യാഭ്യാസ ചട്ടക്കൂട് പലപ്പോഴും ഓർമ്മശക്തിക്കും പരീക്ഷകളിലെ പ്രകടനത്തിനും മാത്രം പ്രാധാന്യം നൽകുന്നു. പ്രായോഗിക പരിശീലനത്തിനോ പ്രശ്ന പരിഹാര ശേഷികൾക്കും ഊന്നൽ നൽകാറില്ലെന്നും വിമർശനം ഉയരുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ വിദേശത്തെ ഉയർന്ന ജീവിത നിലവാരവും പല വിദ്യാർത്ഥികളെയും അങ്ങോട്ട് ആകർഷിക്കുന്നു. പഠനം കഴിഞ്ഞ് ആ രാജ്യങ്ങളിൽ തന്നെ ജോലി നേടി സ്ഥിരതാമസക്കാരാകുകയാണ് അവരെല്ലാവരും. അതായത് വിദേശത്തെ ഉയർന്ന ജീവിത നിലവാരവും പല വിദ്യാർത്ഥികളെയും അങ്ങോട്ടേക്ക് ആകർഷിക്കുന്ന ഒരു കാര്യമാണ്. പഠനം കഴിഞ്ഞ ആ രാജ്യങ്ങളിൽ തന്നെ ജോലി നേടി സ്ഥിരതാമസമാക്കാനാണ് ഇന്നത്തെ യുവത്വം ആഗ്രഹിക്കുന്നത്. അതിനൊരു കാരണം എന്തായിരിക്കാം? തികച്ചും നമ്മളെ ഈ വിദ്യാഭ്യാസ നയം അതുതന്നെയാണ് ഇതിനൊരു കാരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈയിടെയായിട്ട് വിദ്യാഭ്യാസ നയത്തിൽ ചെറിയ മാറ്റങ്ങൾ എന്നുള്ള രീതിയിൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ ഇനി അങ്ങോട്ട് പഠിച്ച് പരീക്ഷ എഴുതി തന്നെ പാസ്സാവണം എന്നുള്ളൊരു ഒരു നിയമം വന്നത്. അതായത് ഈ ഓൾ പാസ് നിർത്തലാക്കുമ്പോൾ കുട്ടികളുടെ ഒരു ചലഞ്ചാണ് അവര് കൊടുക്കുന്നതല്ലേ. അതായത് സ്വന്തമായിട്ട് പഠിച്ച് ഇപ്പൊ ചിലർക്ക് പോലും ഈ ഓൾ പാസ് നിർത്തലാക്കുന്നതിന് തൊട്ട് മുമ്പ് വരെയും ചിലർക്ക് പോലും 10ാം ക്ലാസ് ആയ കുട്ടികൾക്ക് പോലും അക്ഷരം വായിക്കാനോ കൂട്ടി യോജിപ്പിച്ച് വായിക്കാനോ അറിയാത്ത കുറെ പേരുണ്ടായിരുന്നു. ശരിയാണ്. നമ്മൾ ആദ്യം മുതലേ 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ എത്തി എന്ന് പറയുമ്പോഴും അതും വെറും ഒരു എണ്ണം മാത്രം നിലയിൽ നിന്നു പോവുകയാണ്. 1, 2, 3 എന്നുള്ള കണക്കുകൾ മാത്രമാണ് അത്. ആ ഒരു കാലയളവിൽ കുട്ടികൾ എന്ത് നേടി, എന്ത് പഠിച്ചു എന്നുള്ളതിന് ഒരു ഉത്തരം നൽകാൻ പറ്റാത്തൊരവസ്ഥ, അതാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കണ്ടുവരുന്നത്. ഇപ്പോൾ 8ാം ക്ലാസ്സിന് ശേഷം പരീക്ഷ എഴുതി പഠിച്ച് പാസ്സാവണമെന്ന് എല്ലാവരും ഇത് വന്നത് കൊണ്ട് അത്രയും കാലയളവിൽ നമ്മൾ എന്ത് പഠിച്ചു, പിന്നീട് ഇനി പഠിച്ചാലേ പാസ്സാവുള്ളൂ എന്നുള്ള രീതി വന്നാൽ അത്രയും കാലം എന്ത് പഠിച്ചു എന്നുള്ളൊരു കാര്യം നമ്മൾ ചോദ്യചിഹ്നമായിട്ട് നിലനിൽക്കുകയാണ്.
അതെ. അപ്പൊ എന്തായാലും 8ാം ക്ലാസ് വരെ നമ്മൾ അക്ഷരങ്ങൾ പഠിച്ച് എല്ലാം ഓരോ ഘട്ടം ഘട്ടമായി പഠിച്ച് മാത്രമേ ആ പരീക്ഷയും പാസ്സായാൽ മാത്രമേ ഇനി അങ്ങോട്ട് 9ലായാലും 10ലായാലും പോകാൻ കഴിയുള്ളൂ. എനിക്ക് തോന്നുന്നു ഈ ഒരു നിയമം കുറച്ചും കൂടെ നേരത്തെ വേണമായിരുന്നു. അല്ലായിരുന്നെങ്കിൽ ഇത്രയും വിദ്യാർത്ഥികളെ വിദേശത്തേക്ക് പോകാൻ ഒരു അവസരം നമ്മളാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. ഈ നയം ആദ്യം വരികയായിരുന്നെങ്കിൽ നമുക്ക് നല്ലൊരു വിദ്യാഭ്യാസമുള്ള ഒരു സമൂഹം, നല്ല വിദ്യാർത്ഥികളെ കിട്ടുമായിരുന്നു. പക്ഷെ അതിന്റെ വേറൊരു തലത്തിൽ നോക്കുകയാണെങ്കിൽ പലരും പറയുന്നൊരു കാര്യം, നമ്മുടെ കേരളത്തിൽ നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് വിദേശത്ത് പോയി പഠിക്കുന്നവരുമുണ്ട്. കാരണം എന്താ പറയാ, ഒരു സൊസൈറ്റിയിൽ നമ്മളിപ്പോ സ്കൂളുകളിൽ പോകുന്നത് തന്നെ ഒരു സമൂഹത്തിൽ എങ്ങനെ ഒരു കുട്ടി വളർന്നു വരണം എന്നത് കൂടിയാണ് പഠിപ്പിക്കുന്നത്. ഒരു പാഠപുസ്തകത്തിലുള്ള കാര്യങ്ങൾ മാത്രമല്ല പഠിപ്പിക്കുന്നത്. പക്ഷെ ഇപ്പൊ അത് മാറിയിട്ട് ഓരോരുത്തരും ഈ മാതാപിതാക്കൾ ഇപ്പൊ നോക്കുന്നത് കുട്ടികളുടെ ആ ഒരു വ്യക്തിത്വം വളർത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ ക്ലാസ് ആയിട്ടായാലും അങ്ങനെ ആയാലും സ്പെഷ്യൽ ആയിട്ട് പോവാണ്. സ്കൂളുകളെ ഇപ്പൊ അധികം ആശ്രയിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു നല്ലൊരു വിദ്യാഭ്യാസം സ്കൂളിൽ നിന്നും കിട്ടാത്തത് കൊണ്ട്, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സ്കൂളില് എനിക്ക് തോന്നുന്നു ചുരുക്കം ചില സ്കൂളുകളിൽ മാത്രമായിരിക്കും ചിലപ്പോൾ നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നത്. കേരളത്തില് നല്ലൊരു വിദ്യാഭ്യാസത്തിന്റെ കുറവ് മൂലമാണ് ഇപ്പോ ഓൺലൈൻ ട്യൂഷൻ സെന്റേഴ്സ് കൂടാനുള്ള ഒരു പ്രധാന കാരണം. അത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അതെ, പൊതുവിദ്യാഭ്യാസത്തെ തളർത്തുന്ന പല രീതികളുമുണ്ട്. അതായത് സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇപ്പൊ എണ്ണം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ അതെല്ലാം വർദ്ധിച്ചു വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസ നയങ്ങൾ ശരിയല്ലാത്തത് കൊണ്ട് കൂടിയാണ് അതെല്ലാം വർദ്ധിച്ചു വരുന്നത്. നമ്മുടെ സ്കൂളുകളിൽ നല്ലൊരു വിദ്യാഭ്യാസം കിട്ടുന്നില്ല. നമുക്ക് ആകെ മലയാളം മാതൃഭാഷയായി നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷെ ആ മലയാളം മാതൃഭാഷയായി നമ്മൾ പഠിക്കുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ കേരളത്തിൽ മാത്രമേ ആ മാതൃഭാഷ കൊണ്ട് ഒരു കാര്യമുള്ളൂ, ഒരു പ്രയോജനമുള്ളൂ. നമുക്ക് പുറം രാജ്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ആ മാതൃഭാഷ കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ചെയ്യാനോ അല്ലെങ്കിൽ ഒന്നിനും നമുക്ക് ശരിക്കും പറ്റാത്ത, ഇത്രയും കാലം പഠിച്ചു, ഇത്രയും ഒരു സർട്ടിഫിക്കറ്റ് മാത്രം നമ്മുടെ കയ്യിലുള്ളൂ, പക്ഷെ അതുകൊണ്ട് നമ്മൾ എന്ത് നേടി, എന്ത് പഠിച്ചു എന്നത് ചോദിക്കുമ്പോൾ അതിനൊന്നും ശരിക്കും ഒരു ഉത്തരമില്ല. നമ്മളിപ്പോ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ ആ ഒരു പുസ്തകത്തിലുള്ളത് മാത്രം പഠിച്ചിട്ട് ഒരു സ്കില്ലും ഇല്ലാതെ പുറത്തിറങ്ങുവാണെങ്കിൽ, കാരണം നമ്മൾ എന്താണ് ജോലി ചെയ്യേണ്ടത് അതുമായി ബന്ധപ്പെട്ട് ഒന്നും നമ്മൾ പഠിക്കുന്നില്ല. അങ്ങനെ വെല്ലുവിളി നേരിട്ട് നിൽക്കുന്ന ഒരു സമൂഹം നമ്മുടെ ചുറ്റുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പുതുതലമുറ എന്ത് ചെയ്യുന്നത്, പുറത്തേക്ക് പോയിട്ട് അവിടെ ആണെങ്കിൽ എന്തൊക്കെ സ്കോപ്പ് ഉണ്ട്, പഠിക്കുന്നതിനോടൊപ്പം പാർട്ട് ടൈം ജോബ് എന്ന് പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതുപോലെ തന്നെ പഠിച്ച് കഴിയുമ്പോൾ തന്നെ പ്ലേസ്മെന്റ് ലഭിക്കുന്ന ആ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പൊ അതൊക്കെ അവർ യൂട്ടിലൈസ് ചെയ്യാണ്. അതൊക്കെ നമ്മുടെ കേരളത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ കുട്ടികൾ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ അവർ അവിടുത്തെ ഭാഷകൾ പഠിക്കുന്നു, ട്രെയിൻ ചെയ്ത് പഠിക്കുന്നു, എന്നിട്ട് വിദേശത്തേക്ക് പോകാൻ അവസരങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു. ഇപ്പോഴത്തെ തലമുറ അങ്ങനെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു തലമുറയ്ക്ക് കേരളം അല്ലെങ്കിൽ ഒരു കാനഡ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവര് എത്രയും പെട്ടെന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആയിരിക്കും കാനഡ എന്നുള്ളത്. അങ്ങനെയാണ് നമ്മുടെ സമൂഹം, അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികളുടെ ചിന്താഗതി. അത് മാത്രമല്ല, ഇപ്പൊ കാനഡയുടെ സർട്ടിഫിക്കറ്റ് കിട്ടുകയാണെങ്കിൽ അതിനാണ് മുൻതൂക്കവും. എല്ലായിടത്തും അവിടെയാണ് മുൻതൂക്കം കിട്ടിയിരിക്കുന്നത്. കാരണം അങ്ങനെ ഒരു മുൻതൂക്കം അവിടെ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കേരളം അത്രയധികം പോയോ എന്നാണ്. ശരിക്കും നമ്മൾ അത്രയും തരം താഴ്ന്നൊരു രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസമാണ് എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ടത് ഇരിക്കുന്നു. ഇതിൽ എത്ര പേരിപ്പോ നമ്മുടെ കേരളത്തിൽ നിന്ന് പഠിച്ച് കേരളത്തിൽ തന്നെ ജോലി നേടി കേരളത്തിന് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ടാവും? വളരെ കഷ്ടമാണ്. ശരിയാണ്. നമുക്ക് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാല് ഇപ്പൊ നമ്മുടെ പഠിത്തം കഴിഞ്ഞ് വിദ്യാഭ്യാസം കഴിഞ്ഞ കാലയളവ് കഴിഞ്ഞ് നമ്മളൊരു ജോലിയിലേക്ക് പ്രവേശിക്കാന്ന് വിചാരിക്കാം. പക്ഷെ ആ ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മളൊരു കാര്യം ചിന്തിക്കണം, നമുക്ക് ആ ജോലി ചെയ്ത് നമുക്ക് നമ്മുടെ നാട്ടിൽ ജീവിക്കാനുള്ള ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ അതിനുള്ള ഒരു ചുറ്റുപാട് നമ്മുടെ സാലറിയിലായാലും നമുക്ക് കിട്ടുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവരെല്ലാവരും വിദേശത്തേക്ക് പോകുന്നത്. വിദേശത്തെ സാലറി, അവിടുത്തെ ചുറ്റുപാടുകള്, അവിടുത്തെ നയങ്ങള് എല്ലാം അതെല്ലാം ആനുകൂല്യമായിട്ട് വരുന്നത് കൊണ്ട് മാത്രമാണ് അവരെല്ലാവരും വിദേശത്തേക്ക് പോകാൻ തയ്യാറാവുന്നത്. അതെ അതെ. പിന്നെ എല്ലാം നമ്മളെ അട്രാക്ട് ചെയ്യുന്ന ഘടകങ്ങളാണ് അവിടെ ഉള്ളതല്ലേ. ശരിക്കും എനിക്ക് തോന്നുന്നു നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഒരുപാട് വിഷയങ്ങളുണ്ട് നമ്മുടെ പഠിക്കാന്. അതുപോലെ അതിൽ എടുത്തു പറയേണ്ടത് ഇംഗ്ലീഷ്, ഹിന്ദി, അങ്ങനെയാണ് നമ്മൾ ലാംഗ്വേജസ് വരുന്നത്. ഫസ്റ്റ് ലാംഗ്വേജ്, സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. ആ ഇംഗ്ലീഷും ഹിന്ദിയും പഠിക്കുന്നുണ്ട് എന്ന വിഷയം ഉണ്ട് എന്നല്ലാതെ ആ വിഷയം കൊണ്ട് വിദ്യാർത്ഥികൾ എന്ത് നേടി? അതെ അതെ. അതൊരു ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ പോലും
അത് അറിയാത്ത ആൾക്കാരുമുണ്ട്. അതൊന്ന് ബാക്കി പ്രയോഗിക്കാനായാലും ഒന്നിനും അറിയാത്തവരുണ്ട്. ശരിക്കും നമ്മുടെ ഈ ഭാഷ കൊണ്ട് ശരിക്കും അവിടെയാണ് ഒന്നും ഒരു ഉപകാരം ഇല്ലാതെ പോകുന്നത്. കേരളത്തിൽ മാത്രം ഒതുങ്ങിക്കൂടാൻ ആ ഒരു ഭാഷ കൊണ്ട് നമുക്ക് അതിന് മാത്രമേ കഴിയുള്ളൂ, ഇതിൽ കൂടുതൽ ഒന്നും കഴിയില്ല. പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പോ പലരും പറയുന്ന കാര്യമാണ്, പാശ്ചാത്യ നാടുകളിലുള്ളവർ പറയുന്നതാണ് ഏറ്റവും ടഫായിട്ടുള്ള ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് മലയാളമാണ്. ആ മലയാളം നമ്മൾ പഠിക്കുന്നുണ്ട്, അത് നമുക്ക് നന്നായിട്ട് അറിയാവുന്ന വഴങ്ങുന്ന ഒരു കാര്യമാണ്. എന്നിട്ട് കൂടി ഇംഗ്ലീഷ്, ഹിന്ദി എന്ന് പറയുന്ന പാശ്ചാത്യ ലാംഗ്വേജുകൾ നമ്മളെ കൊണ്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കണം? നല്ലൊരു വിദ്യാഭ്യാസം നമുക്ക് കിട്ടാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം നമുക്ക് ഉടലെടുക്കുന്നത്. അതുപോലെ തന്നെ അത് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന്റെയും പ്രശ്നമുണ്ട്. ഇപ്പൊ വന്നേക്കുന്ന നയത്തിൽ പറഞ്ഞേക്കുന്നത് എന്താണ്? അത് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആ ഒരു അവറിൽ ഫുള്ളായിട്ട് ആ ഒരു ഭാഷ തന്നെ യൂസ് ചെയ്യണമെന്നാണ്. കാരണം അങ്ങനെ യൂസ് ചെയ്യുന്ന നേരം കുട്ടികളിലേക്കും അത് എത്തും. എനിക്ക് തോന്നുന്നു CBSE സ്കൂളുകളിലൊക്കെ ഇത് ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് ഭാഷ എന്തായാലും ഒരു സ്കൂളിൽ ഉള്ള സമയം ക്ലാസ്സുകളിലാണ് പരസ്പരം കൂട്ടുകാരടുത്ത് സംസാരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അതുകൊണ്ട് ഭാഷ കൂടുതലായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ചില സമയങ്ങളിൽ നമ്മൾ അതിനെ നെഗറ്റീവായിട്ട് പറയും, കാരണം അവർക്ക് അവരുടെ മാതൃഭാഷ സംസാരിക്കാനുള്ള ഒരു അവസരം കൊടുക്കുന്നില്ല, ഫൈൻ കൊടുക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും അവിടെ ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ട്. കാരണം അവർക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ഭാവിയിലേക്ക് ഉള്ള ഒരു മുൻകരുതൽ എന്നതുകൊണ്ട് ചിന്തിക്കുമ്പോൾ അത് ഏറ്റവും നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതെ അതെ, അത് ഈ ഗവൺമെന്റ് സ്കൂളുകളെയും മറ്റേ CBSE സ്കൂളുകളെയും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ വരുന്ന ഒരു പ്രശ്നമാണത്. ഇനി ഗവൺമെന്റ് സ്കൂളുകളിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ലാംഗ്വേജ് ഒരു വിഷയമാണത്. വിഷയം എന്നൊരു രീതിയിലേക്ക് മാത്രം അതിനെ ഒതുക്കി വെച്ചിരിക്കുകയാണ്. അതിന് കുട്ടികളുടെ ഇടയിലാണെങ്കിലും CBSE ആണെങ്കിലും നമ്മുടെ ഗവൺമെന്റ് സ്കൂൾ ആണെങ്കിലും കാണുന്ന ഒരു രീതി അത് വ്യത്യാസമാണ്. അതെ, അത് ചിന്തിച്ചിട്ടുണ്ടോ? CBSE ആണെങ്കിൽ അവര് എന്തോ വലിയ സംഭവം എന്നുള്ള രീതിക്കേ കാണുള്ളൂ. അവര് നമ്മളെ ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ കാണുന്ന ഒരു രീതിയുണ്ട്. അതെ അതെ, വളരെ പുച്ഛത്തോടു കൂടിയായിരിക്കും അവരവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്, എനിക്ക് തോന്നുന്നു. ശരി, പക്ഷെ അതിൽ തന്നെ പഠിക്കുന്നവരും ഉണ്ട്, നല്ലതായിട്ട് പഠിക്കുന്നവരുണ്ട്. ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്നവരുണ്ട്, ഹിന്ദി കൈകാര്യം ചെയ്യുന്നവരുണ്ട്, മാത്സ് കൈകാര്യം ചെയ്യുന്ന, എല്ലാത്തിലും പ്രാവീണ്യമുള്ളവരുമുണ്ട്. അപ്പോ അത് എല്ലാവരിലേക്കും എത്തണം. ആ ഒരു കുട്ടിയിലേക്ക് മാത്രം നിൽക്കാതെ എല്ലാവരിലേക്കും എത്തിക്കുക എന്ന് പറയുന്നത് ആ ഒരു അധ്യാപകന്റെ കടമയാണ്, ആ ഒരു സ്കൂളിന്റെ ഒരു കടമയാണ്. എനിക്ക് ഇപ്പൊ ഈ സമയത്ത് പറയാനുള്ളത്, നമുക്കൊരു നല്ലൊരു വിദ്യാഭ്യാസ നയം കൊണ്ടുവരണം. ശരിക്കും നല്ലൊരു സമൂഹം, അല്ലെങ്കിൽ നമ്മുടെ ഒരു സമ്പ്രദായങ്ങള്, നമ്മുടെ മതങ്ങള് എല്ലാത്തിനെയും നല്ല രീതിയിൽ കാണാന്, മനുഷ്യരോട് സ്നേഹത്തോട്, സഹജീവികളോട് സ്നേഹം കാണിക്കാന് എല്ലാം നമ്മൾ പഠിക്കേണ്ടത് വിദ്യാഭ്യാസം അല്ലെങ്കിൽ സ്കൂളുകളിൽ നിന്നാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പഠിക്കേണ്ടത്. അങ്ങനെ ഒരു സമൂഹം വരണം എന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസത്തിലുള്ള രീതികൾ, നയത്തിലുള്ള രീതികൾ മാറണം. ശരിക്കും എന്നാൽ തന്നെ നമുക്ക് നല്ലൊരു വിദ്യാഭ്യാസം, നല്ലൊരു സമൂഹം, നമുക്ക് നമ്മുടെ കേരളത്തിൽ തന്നെ ജോലി ചെയ്ത് നമ്മുടെ കേരളത്തിന്റെ പോരായ്മകൾ എന്താണെന്ന് അറിഞ്ഞ് അതിനുള്ള പരിഹാരം നമ്മൾ തന്നെ കണ്ടെത്തി, അതിന് പരിഹാരം കണ്ടെത്തി നമ്മളാണ് നമ്മുടെ കേരളത്തെ മുന്നോട്ട് കൊണ്ടുവരേണ്ടത്. മറ്റു രാജ്യങ്ങളിൽ പോയി നമ്മൾ ഒളിച്ചോടുന്നതിന് പകരം നമ്മൾ ഇവിടത്തെ പോരായ്മകൾ കണ്ട് ഇവിടെ അത് പരിഹരിച്ച് നമ്മുടെ ഇവിടെ ഡെവലപ്പ് ചെയ്യണം. എങ്കിലാണ് ഇനി വരുന്ന കുട്ടികൾക്ക് ഇവിടെ തന്നെ ജോലി ചെയ്യണം എന്നൊരു തോന്നലുണ്ടാകും. ഇപ്പൊ തന്നെ എത്ര വിദ്യാർത്ഥികളാണ് നമ്മുടെ കേരളം വിട്ടു പോകുന്നത്. പോയവരൊന്നും പിന്നെ തിരിച്ചു വരുന്നില്ല. അതെ, അവിടെ തന്നെ പ്ലേസ്മെന്റ് ആഗ്രഹിക്കുന്നവരാണ് അവിടെ ഉള്ളവര്. എന്നിട്ട് കുടുംബത്തെയും കൂടി അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. ഇനിയൊരു തലമുറ ഇവിടെ ഉണ്ടാവില്ല എന്നൊരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു വലിയൊരു വീഴ്ച തന്നെയാണ്. ശരിക്കും മാറുന്ന തലമുറയ്ക്കനുസരിച്ച് വിദ്യാഭ്യാസവും മാറണം. പഴയ കാലത്തുള്ളൊരു വിദ്യാർത്ഥികളല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പോഴത്തെ കുട്ടികൾ കുറച്ചും കൂടി ഡെവലപ്ഡ് ആണ്. ശരിക്കും പഴയ കാലത്തുള്ള അധ്യാപകരെ എടുത്ത് പറയേണ്ടിയിരിക്കും. അധ്യാപകരെ കുറച്ച് കുറച്ച് അധ്യാപകരാകുമ്പോൾ അവരവരുടേതായ രീതിക്ക് വിദ്യാർത്ഥികളെ പരിഗണിക്കുള്ളൂ, അവരുടേതായ രീതിക്ക് അവർ പഠിക്കുള്ളൂ. അതുപോലെ തന്നെ മുന്നേ എല്ലാം ടീച്ചർമാർക്കായിരുന്നു എല്ലാം അറിയാവുന്നത്, കുട്ടികൾക്ക് അറിയാത്തൊരു സാഹചര്യം. എന്നാൽ ഇപ്പോൾ ടീച്ചറിനേക്കാൾ കൂടുതൽ അറിവുള്ളവരായിട്ട് കുട്ടികൾ മാറിയിട്ടുണ്ട്. കാരണം അവര് ടെക്നോളജി ഒക്കെ നന്നായിട്ട് യൂസ് ചെയ്യുന്ന, എല്ലാ കാര്യത്തിലും ഇപ്പൊ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. വന്നതോടുകൂടി ഞൊടിയിടയിലാണ് നമുക്ക് ഏതൊരു ചോദ്യത്തിനും ഉത്തരങ്ങൾ കിട്ടുന്നത്. എല്ലാം പെട്ടെന്നാണ്. ഇപ്പൊ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നതാണെങ്കിലും എന്തെങ്കിലും ഒരു തെറ്റ് ടീച്ചറുടെ ഭാഗത്ത് നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിറ്റേ ദിവസം വന്ന് കുട്ടികൾ പറയും, ടീച്ചർ പറഞ്ഞത് തെറ്റായിരുന്നില്ലേ, അത് അങ്ങനെയല്ലല്ലോ. അപ്പൊ ടീച്ചർ ചോദിക്കും, അത് അങ്ങനെ തന്നെയാ. ഇല്ല, ഞങ്ങൾ കാണിച്ചു തരാം, തെളിവുണ്ട്. എല്ലാം ഗൂഗിൾ ഇതിപ്പോ പെട്ടെന്ന് കിട്ടും. അതെ, ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു വിദ്യാഭ്യാസം കൊടുക്കണം. പക്ഷെ ഇപ്പൊ ഇങ്ങനെ അത്രയും അപ്ഗ്രേഡ് ആയി കുട്ടികൾ എന്ന് പറയുമ്പോഴും
അങ്ങനെ അതിനെ അനുകൂലിക്കുന്നവർ പറയാ സ്കൂളുകൾ ആവശ്യമില്ല, ഞങ്ങളെ കൊണ്ട് തന്നെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ടാവും. പക്ഷെ അവിടെയാണ് സ്കൂളുകളുടെ പ്രാധാന്യം വരുന്നത്. അങ്ങനെ പോകുന്ന കുട്ടികൾക്ക് സൊസൈറ്റിയിൽ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അറിയത്തിണ്ടാവില്ല. ചിലപ്പം എഡ്യൂക്കേഷൻ പരമായിട്ട് അവര് മുന്നിട്ട് നിൽക്കായിരിക്കും, എല്ലാ വിഷയങ്ങളിലും അവര് മുന്നിട്ട് നിൽക്കും, എല്ലാം സോൾവ് ചെയ്യാനൊക്കെ മുന്നിട്ട് നിൽക്കായിരിക്കും. പക്ഷെ ഒരു സൊസൈറ്റിയിൽ മറ്റുള്ള ഒരാളെ എങ്ങനെ ബഹുമാനിക്കണം, ആ ഒരു വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും അവർക്ക് അറിവുണ്ടാവില്ല. അതൊക്കെ നമ്മൾ പഠിക്കുന്നത് സ്കൂളുകളിൽ ഒരു ഫ്രണ്ട്സ് സർക്കിളിന്റെ കൂടെ നിൽക്കുമ്പോൾ, നമ്മളെ വേറൊരാൾ ഗൈഡ് ചെയ്യുമ്പോൾ ഒക്കെയാണ് നമുക്കത് മനസ്സിലാവുക. സോഷ്യൽ മീഡിയയിൽ എന്താ ഒരു വരുമാനമുള്ള ഒരാളാണെന്നുണ്ട് കേരളത്തില്. സോഷ്യൽ മീഡിയയിൽ വരുമാനമുള്ള ആളാണെങ്കിൽ ആൾ ഒരിക്കലും പുറത്ത് പോയി സെറ്റിൽ ആവാൻ ആഗ്രഹിക്കില്ല. കാരണം എന്താന്ന് വെച്ചാല് എന്തുകൊണ്ടും നമ്മുടെ കേരളം തന്നെയാണ് നമുക്ക് ജീവിക്കാൻ ഏറ്റവും സുഖകരമായിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത്. പുറം രാജ്യങ്ങളെ ആശ്രയിച്ച് നോക്കുമ്പോൾ നമ്മുടെ കേരളം തന്നെയാണ്. എല്ലാവരും നമ്മൾ വേറൊരു സ്ഥലത്ത് പോകുമ്പോൾ അവിടെ നമ്മളൊരു അതിഥിയാണ്, ശരിക്കും അതിഥിയാണ്. നമ്മൾ അവിടെ അറിയപ്പെടുന്നില്ല, നമ്മുടെ നമ്മൾ അവിടെ ആരും അല്ലാത്തൊരു പിന്നെ അവിടുത്തെ ആ ഒരു സിസ്റ്റത്തോട് അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ട ഒരു അവസ്ഥയാണ് അല്ലേ വേറെ സ്ഥലത്തേക്ക് പോകുമ്പോ. പേഴ്സണലി നമ്മളെ എല്ലാവരുടെയും ഉള്ളിലുള്ള ആഗ്രഹമായിരിക്കും നമ്മൾ ജനിച്ച് വേണം നമ്മുടെ നാട്ടില് നമ്മുടെ മണ്ണില് ജീവിക്കണം, ഇവിടെ ഒരു വീട്, നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ അതാണ്. ശരിക്കും പറഞ്ഞാൽ എത്രയൊക്കെ നമ്മൾ വളർന്നു, എത്രയൊക്കെ വലുതായി, എത്രയൊക്കെ ലോകം കണ്ടു എന്ന് പറഞ്ഞാലും അവസാനം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു കോട്സ് പറയുവാണെങ്കിൽ, എത്ര വലിയ ദൂരത്തേക്ക് എത്ര വലിയ യാത്രകൾ ചെയ്താലും അവസാനം നമുക്ക് തിരിച്ചു വരാൻ ഒരു ഇടമുണ്ട് എന്നതാണ് ആ യാത്രയെ മനോഹരമാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അതുപോലെയാണ്. എത്രയൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ വലിയ അവസരങ്ങള് പുറം ലോകത്ത് അല്ലെങ്കിൽ പുറം രാജ്യങ്ങളിലുണ്ടെങ്കിലും നമുക്കിപ്പോഴും നമ്മുടെ കേരളം, നമ്മുടെ നാട്, നമ്മുടെ വീട്, നമ്മുടെ റേഷൻ കട എന്ന് പറയുന്ന പോലെ നമുക്ക് അവിടെയാണ് നമ്മൾ ഏറ്റവും സേഫ് ആയിട്ട്. നമ്മുടെ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഇവിടെയാണ്. ഈ കേരളത്തിൽ കിട്ടാത്ത അവസരങ്ങള് പുറം ലോകത്ത് കിട്ടുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ പോരായ്മകൾ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. അത് മാറ്റേണ്ടത് നമ്മൾ തന്നെയാണ്. കാരണം നമ്മളിപ്പോ ഇവിടുന്ന് എല്ലാം പഠിച്ച് എല്ലാ സൗകര്യങ്ങളോടും, ഗവൺമെന്റ് സ്കൂളിൽ പ്രത്യേകിച്ച് അവിടുന്ന് ഉച്ചക്കലത്തെ കഞ്ഞിയും കുടിച്ച് അവിടുത്തെ എന്തെങ്കിലും സ്റ്റൈഫൻഡ് ഉണ്ടെങ്കിൽ അതും എല്ലാം നേടിക്കഴിഞ്ഞ് നമ്മൾ ഇവിടെ ഒരു സൗകര്യവും ഇല്ല, എനിക്കൊരു ജോബ് ഓപ്പർച്യൂണിറ്റിയും ഇല്ല എന്നും പറഞ്ഞ് പുറം രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ് ആൾക്കാർ. എന്നിട്ട് ഇവിടെ എന്തെങ്കിലും ഡെവലപ്മെന്റ് നടക്കുന്നുണ്ടോ? ഇല്ല. കാരണം പഠിച്ചിട്ട് ആൾക്കാർ പുറത്തു പോയി അവർക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യുകയാണ്, അവർക്ക് പൈസ കിട്ടാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ്. നമ്മൾ അതല്ല ചെയ്യേണ്ടത്. ഇവിടെ പഠിച്ച് ഇവിടെ തന്നെ നമ്മുടെ കഴിവ് നമ്മൾ ഉപയോഗപ്പെടുത്തണമെന്നാണ്. വിദേശ രാജ്യങ്ങളിൽ നമുക്കൊരു അസ്തിത്വം ഇല്ല എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടില് ഒരു 25 വർഷം മുമ്പോട്ടുള്ള കാര്യം നമ്മൾ ചിന്തിച്ചിട്ട് വേണം ഓരോ നടപടികൾ നമ്മൾ എടുക്കേണ്ടത്. അത്രയും നമ്മൾ മുമ്പോട്ട് ചിന്തിക്കണം. എന്നാലേ ഒരു 25 വർഷങ്ങൾക്ക് ശേഷം ഇത് ചെയ്തത് ശരിയായിരുന്നു എന്നുള്ളൊരു നിലപാടിലോട്ട് എത്തുള്ളൂ. ഇപ്പൊ തന്നെ നമ്മുടെ ഒരു റോഡ് പണി അങ്ങനെ എടുത്തു നോക്കുകയാണെങ്കിൽ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു റോഡ് പണി നമ്മൾ ചെയ്തു വെച്ചോ, അത് 1-2 വർഷങ്ങൾക്ക് ശേഷം ആ റോഡ് പിന്നെയും ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ അത് തകരാവുന്നതേ ഉള്ളൂ അതിന്. അതേപോലെ തന്നെയാണ് നമ്മുടെ വിദ്യാഭ്യാസ നയവും. ആ പ്രാബല്യത്തിൽ വരുന്ന സമയത്ത് കുറച്ച് കാലയളവിൽ മാത്രമേ അത് നിലനിൽക്കുള്ളൂ, പിന്നെ എല്ലാം പഴയ പോലെയായി. അതേപോലെ അതെ. അപ്പം എന്താണ് പഠിക്കുന്നത് എന്ന് പറയുന്നത് ഒരു വളരെ ഭയങ്കര ടാസ്ക് ഒന്നും അല്ല. അത് മനസ്സിലാക്കി പഠിച്ചാൽ എല്ലാം വളരെ ഈസിയാണ്. ഇപ്പൊ നമ്മൾ ഈ 10ാം ക്ലാസ് എന്നൊക്കെ പറയുന്നത്, ആ 10ാം ക്ലാസ്സിൽ ഉള്ള കുട്ടികൾക്ക് അത് ഭയങ്കര പാടായിട്ട് തോന്നും. പിന്നെ അത് അവർ +1 +2 ആകുമ്പോൾ വിചാരിക്കും ഇതൊക്കെ സിമ്പിൾ ആയിരുന്നു. ഇപ്പൊ വരെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്, ഇതൊക്കെ നല്ലൊരു അധ്യാപകനും വിദ്യാർത്ഥിയും എന്നതിനുപരി നമുക്ക് നല്ലൊരു വിദ്യാഭ്യാസ നയം വേണം, ഒരു വിദ്യാഭ്യാസ മന്ത്രി വേണം, നല്ലൊരു വിദ്യാഭ്യാസം. അത് എടുത്തു പറയേണ്ടതാണ്. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങൾ ഉണ്ടെന്ന് പോലും ശരിക്കും അറിയില്ല. പല സ്ഥലങ്ങളിലും പൊതുവേദികളിൽ നിന്നിട്ട് ശരിക്കും പരിഹാസ കഥാപാത്രമായി മാറിയത് നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. ചാനലുകളിലൂടെ നമ്മൾ ശരിക്കും നേരിട്ട് കണ്ടിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം അതിനൊരു മാപ്പ് പറയുന്നുണ്ട്, തെറ്റ് പറ്റാത്തതായിട്ട് ആരും ഇല്ല എന്നുള്ളത് തന്നെ ന്യായീകരണമായിട്ട് പറയും. പക്ഷെ പറയുന്നത് ഒരു വിദ്യാഭ്യാസ മന്ത്രിയാണ് എന്ന് കൂടെ ചിന്തിക്കണം. കുട്ടികൾക്ക് മാതൃകയാക്കേണ്ട ഒരാളാണ് ഇങ്ങനെ മണ്ടത്തരങ്ങൾ മാത്രം വിളിച്ചു പറഞ്ഞ് കുട്ടികളുടെ മുമ്പിൽ ഒരു പരിഹാസ കഥാപാത്രമാകുമ്പോൾ അദ്ദേഹത്തിന് നൽകുന്ന ഒരു വാല്യൂ എത്രയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കണം. ഒരു ബോധവും ഇല്ലാതെയാണ് ഒരു SSLCയുടെ റിസൾട്ട് വരുന്ന സമയത്ത് എത്ര കുട്ടികൾ പാസ്സായി, അല്ലെങ്കിൽ എന്നാണ് എക്സാം തുടങ്ങിയത്, എന്ന് അവസാനിച്ചു എന്നുള്ളത് എന്നതിനുള്ള ഒരു കാര്യബോധം പോലും, അതിനെക്കുറിച്ചൊരു ബോധം പോലും വിദ്യാഭ്യാസ മന്ത്രിക്കില്ല എന്ന് പറയുന്നത് വളരെ ലജ്ജാകരമാണ്. അതെ. അപ്പൊ എന്തായാലും
തുടക്കമേ അവിടുന്ന് വരും. നമുക്കൊരു ബേസിക് ആയിട്ട് ഒരു അടിത്തറ ഉണ്ടെങ്കിൽ മാത്രമേ പിന്നീട് മുകളിലോട്ട് പോകാൻ പറ്റുള്ളൂ. കുറച്ച് വിദ്യാഭ്യാസം ഉള്ള ഒരാളെ വിദ്യാഭ്യാസ മന്ത്രിയാക്കുന്നതല്ലേ കുറച്ചുകൂടെ നല്ലത്? തീർച്ചയായിട്ടും. കാരണം പല കുട്ടികളും അതിനെ പറയും, ഓ ഞങ്ങളുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ എന്നൊരു പരിഹാസ രൂപേണ പറയാറുണ്ട്. അതൊരിക്കലും നമുക്കൊരു എക്സ്ക്യൂസ് ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം അതൊരു മിസ്റ്റേക്ക് ആയിട്ട് അവിടെ നിൽക്കുകയാണ്. അത് നമ്മൾ റീബിൽഡ് ചെയ്ത് നല്ലൊരു രീതിയിലേക്ക് മാറ്റണമെങ്കിൽ അത് നമ്മൾ ശ്രമിക്കണം. ഇതിൽ കുറെ രാഷ്ട്രീയപരമായിട്ടുള്ള കുറച്ച് കൈകളുണ്ട്. അതുകൊണ്ടാണ് ഈ ശരിക്കും നമ്മുടെ രാഷ്ട്രീയക്കാർക്കും ഇതിലൊരു പങ്കാണ് ശരിക്കുള്ളത്. ഇവരാണ് നല്ലൊരു തീരുമാനം എടുക്കേണ്ടത്. നല്ലൊരു വിദ്യാഭ്യാസമുള്ള ഒരാള് വിദ്യാഭ്യാസ മന്ത്രി ഓരോ ഡിപ്പാർട്ട്മെന്റിലും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ വെക്കുകയാണെങ്കിൽ കുറച്ച് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ പുതുതലമുറയ്ക്ക് വേണ്ടത് ഒരു പുതിയ അല്ലെങ്കിൽ പുതുതലമുറയെ പോലെ ചിന്തിക്കുന്ന ഒരു വിദ്യാഭ്യാസ മന്ത്രിയെയാണ്. അല്ലാണ്ട് നൂറ്റാണ്ടുകൾക്ക് പുറകെ സഞ്ചരിക്കുന്ന ഒരു വിദ്യാഭ്യാസ മന്ത്രിയല്ല നമുക്ക് ആവശ്യമുള്ളത്. പുതിയ കാര്യങ്ങൾ, പുതിയ ചിന്തകളുള്ള ഒരു ചെറുപ്പം ഒരു വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഡെവലപ്മെന്റ്സ് നമ്മുടെ വിദ്യാഭ്യാസ രീതിയിൽ, വിദ്യാഭ്യാസ നയത്തിൽ വരുമായിരിക്കും. അതെ, ഇപ്പോഴും നമ്മൾ ആ പഴയ രീതി തന്നെയാണ് ഫോളോ ചെയ്ത് പോകുന്നത്. അതിലെന്തെങ്കിലും ഒക്കെ മാറ്റം വന്നാൽ കുറച്ചും കൂടി നല്ല കാര്യമായിരിക്കും. ശരി, അതിവേഗം സഞ്ചരിക്കുന്ന കാലത്തിന്റെ കൂടെ സഞ്ചരിക്കാൻ ഒരു നല്ലൊരു വിദ്യാഭ്യാസ മന്ത്രി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ. അതെ, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ കുട്ടികൾ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നതിനൊന്നും അത്ര പ്രശ്നമില്ലാതെ നമുക്കൊന്ന് കുറയ്ക്കാൻ പറ്റും. ചില നയങ്ങള് വന്നിട്ടുണ്ടെങ്കിലും അതൊന്നും നടപ്പാവാതെ പോകുന്നത് അതിനകത്ത് ആ ഒരു വിഷയം ഉന്നയിക്കുമ്പോ എതിർക്കാൻ ഒരുപാട് പേരുണ്ട്. അതെന്തിനാണ് ഇപ്പൊ ഇവിടെ എന്നൊരു വാക്ക് വന്നു കഴിഞ്ഞാൽ എന്ന് പിന്നെ അത് അവിടെ സ്റ്റോപ്പായി. അതെന്ത് ആ ഒരു നയം അല്ലെങ്കിൽ ആ ഒരു കാര്യം പിന്നീട് ഭാവിയിലോട്ട് എന്ത് ഉപകാരം ചെയ്യും എന്നുള്ളത് ആരും ചിന്തിക്കുന്നില്ല. ഇപ്പൊ പാർട്ടി ബേസിലാണെങ്കിലും ഇപ്പൊ നമ്മളിപ്പോ ഭരിക്കുന്ന ഒരു പാർട്ടി ഒരു നയം കൊണ്ടുവന്നു എന്ന് വിചാരിക്കാം. അത്യാവശ്യം നല്ലൊരു കാര്യമാണ്. മുമ്പോട്ട് ഒരു 10-25 വർഷങ്ങൾക്ക് ശേഷം അത് നമുക്ക് ഗുണം ചെയ്യുമെന്നുണ്ടെങ്കിലും ഇവരെന്ത് ചെയ്യും, എതിർ പാർട്ടികൾ എന്ത് ചെയ്യും, അത് ആ നയത്തെ ഇല്ലാതാക്കാനേ ശ്രമിക്കുള്ളൂ. കാരണം എന്നാലേ ഏത് പാർട്ടിയാണോ ഭരിക്കുന്നത് അവരെ തരം താഴ്ത്തിയാലേ നമുക്ക് അടുത്തൊരു പാർട്ടിക്ക് അവിടെ വരാൻ പറ്റുള്ളൂ. അങ്ങനെ ചിന്തിക്കാതെ ഏത് പാർട്ടിയാണോ ഭരിക്കുന്നത് അവർ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നാടിന് നല്ലത് ചെയ്യട്ടെ, അങ്ങനെ ഒരു ചിന്ത വരുന്നില്ല ആർക്കും. അതെ, നല്ല കാര്യങ്ങൾ എപ്പോഴും നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അല്ലാണ്ട് ഇവർ ഈ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മൽപ്പിടുത്തം പിടിക്കുന്നതിന് പകരം നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ നാടിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഏത് പാർട്ടി ആയിക്കോട്ടെ, ഏത് പാർട്ടി ഭരിച്ചാലും നമ്മുടെ നാടിന് വേണ്ടി എന്ത് ചെയ്യാം, നല്ലൊരു വിദ്യാഭ്യാസം, നല്ലൊരു കേരളം വളർത്തിയെടുക്കാന്, നല്ലൊരു സമ്പദ് വ്യവസ്ഥ ഉണ്ടാവാന് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. ഇത് ദിനം പ്രതി ഒരു പാർട്ടിയുടെ കുറ്റം മറ്റൊരു പാർട്ടി പറയുന്നു, അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, തല്ലുണ്ടാക്കുന്നു. ഇത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രതിപക്ഷ നേതാവല്ല, പ്രതിപക്ഷ പാർട്ടി എന്ന് പറയുന്നത് വിമർശിക്കുക എന്നതല്ലയോ? കാരണം അവരെന്ത് ചെയ്താലും അല്ലെങ്കിൽ ഭരണകക്ഷി എന്ത് ചെയ്താലും അതിനെ ഓക്കെ ആണ് എന്ന രീതിയിലല്ലല്ലോ പോണ്ടത്. ഈ പ്രതിപക്ഷ നേതാക്കൾ എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ, അതായത് ജനങ്ങൾക്ക് അവരെ ഫേസ് ചെയ്തിട്ടുണ്ട്, അവരെന്താണോ ആഗ്രഹിക്കുന്നത് ആ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന ആൾക്കാരാണ്. അപ്പോ അവര് വിമർശിക്കുന്നതും ഒരു പോയിന്റ് തന്നെയാണ്. പക്ഷെ അത് വിമർശിക്കേണ്ടത് അവരെന്തെങ്കിലും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലോ അങ്ങനെയുണ്ടെങ്കിൽ വിമർശിക്കുക. അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുക. ഞാനൊരു കാര്യം പറയാം. തമിഴ്നാട്ടിൽ നിന്നും അധികം പേരൊന്നും നമ്മുടെ നാട്ടിലേക്ക് ജോലി ചെയ്യാൻ വരാറില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? തമിഴ്നാട്ടിൽ നിന്ന് അധികം പേര് വരാറില്ല. കാരണം എന്തുകൊണ്ട് ആദ്യമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഇല്ല. ഇപ്പൊ അതിന്റെ അളവ് കുറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ അവിടെയുള്ള അവസരങ്ങൾ അവർ കൂടുതലായിട്ട് പ്രയോജനപ്പെടുത്തി എങ്ങനെ നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ അവസരങ്ങൾ ഒരുപാട് കൊടുക്കാന്നുള്ള ചിന്ത അവർ ചിന്തിക്കാൻ തുടങ്ങി. അതിനുശേഷമാണ് അവിടെ നിന്നുള്ള വരവ് നിന്നത്, കേരളത്തിലോട്ടുള്ള വരവ് നിന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ അപ്പോഴും ഇവിടുന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് എങ്ങനെ പോവാന്നുള്ളത്. ചില സാഹചര്യങ്ങളിൽ ജോലി ചെയ്യാൻ പോകുന്ന പ്രവാസികള് പോകുന്നത് ഇവിടെ നിന്നിട്ട് കാര്യമില്ല. അവരൊരിക്കലും നമ്മുടെ സ്വന്തം വീടും വീട്ടുകാരെയും കൂട്ടുകാരെയും വിട്ടു പോകാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അവരുടെ ജീവിത അവസ്ഥ അല്ലെങ്കിൽ ജീവിത സാഹചര്യമാണ് അവരെ പറഞ്ഞയക്കുന്നത്. പക്ഷെ നമ്മൾ ഈ കുട്ടികളുടെ കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ അവരുടെ പലരുടെയും ഒരു എയിം എന്ന് പറയുന്നത് തന്നെ വിദേശ രാജ്യങ്ങളിൽ പോകുക എന്നതാണ്. അവിടെ പോയി പഠിക്കുക അല്ലെങ്കിൽ ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന് പഠിക്കുക, ഇതൊക്കെയാണ് അവരുടെ എയിം. അതെന്താ അത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി നമ്മുടെ ഇവിടെ ഇല്ലാത്തതാണോ പ്രശ്നം?
പ്രശ്നം. അത് എന്താന്ന് വെച്ചാല് കുട്ടികൾ കണ്ട് ടിവികളിലൂടെ അല്ലെങ്കിൽ കാണുന്നത് അങ്ങനെയാണ്. പുറത്ത് പഠിക്കുക എന്ന് പറയുമ്പോൾ വലിയ എന്തോ ഒരു ഭയങ്കര പ്രഷ്യസ് അല്ലെങ്കിൽ ഭയങ്കര ഒരു മൊമെന്റ് അവർക്ക് അത് പറയാൻ തന്നെ നമ്മള്. പക്ഷെ അതിനനുസരിച്ചിട്ടുള്ള നല്ല കാര്യങ്ങൾ അവിടെ ഉണ്ട്, ഇല്ല എന്ന് പറയുന്നത്. കാരണം ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമുക്ക് ഒറ്റയ്ക്ക് എങ്ങനെ അവിടെ നിന്ന് പഠിക്കാം, ജോലി ചെയ്തിട്ട് നമ്മുടെ സ്വന്തം കാലിൽ നിന്ന് പഠിക്കുന്ന അങ്ങനെയാണ് അവിടെ ഒരു സമ്പ്രദായം. ആ ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിലില്ല. ശരിക്കും നമ്മളിവിടെ എല്ലാരും ഡിപ്പെൻഡ് ചെയ്തിട്ടല്ലേ നിൽക്കുന്നത്, അതുകൊണ്ടാവണം. പക്ഷെ എങ്കിൽ കൂടി നമുക്ക് പഠിക്കാനുള്ള സാഹചര്യം ഇവിടെ ഒരുപാടാണ്. കാരണം ഒരു ശല്യവും ഇല്ല. നമ്മളിപ്പോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമുക്ക് അപ്പോഴപ്പോഴും ചായയോ പഠിക്കുന്നതിന്റെ ഇടയിൽ ചായയോ എന്തെങ്കിലുമൊക്കെ വീട്ടുകാർ തന്നെ തരും. നമുക്കിരുന്ന് പഠിക്കുക എന്ന് പറയുന്ന ഒരു കർമ്മം മാത്രമേ ഇവിടെ ഉള്ളൂ. അത് വേണ്ടാതെ പുറത്തു പോയിട്ട് എനിക്ക് ജോലി ചെയ്ത് പഠിക്കണം അല്ലെങ്കിൽ എനിക്ക് പ്രഷറോട് പഠിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ് കൂടുതൽ. ശരിക്കും നമ്മുടെ വിദ്യാഭ്യാസ നയങ്ങളിൽ മാറ്റങ്ങൾ തീർച്ചയായിട്ടും വരേണ്ടതാണ്. സ്കൂളുകളിൽ നല്ലൊരു വിദ്യാഭ്യാസം വേണം, നല്ല അധ്യാപകർ വേണം. എന്നാലേ നമുക്ക് നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ പറ്റുള്ളൂ. വിദ്യാഭ്യാസ കാലഘട്ടമാണ് ഏറ്റവും നല്ല മനോഹരമായ കാലഘട്ടം എന്ന് നമുക്ക് പറയാം. അതിനുശേഷമുള്ളത് പിന്നീടാണ് നമ്മൾ ജീവിതം എന്താണെന്ന് അറിയുന്നത്. പക്ഷെ ആ ഒരു മനോഹരമായ കാലഘട്ടം നല്ല മനോഹരമായി തന്നെ നല്ലൊരു സമൂഹത്തിന് വേണ്ടി തന്നെ നമുക്ക് വിദ്യാഭ്യാസ നയത്തെയും നമുക്ക് കൊണ്ടുവരാം. ഇപ്പൊ ഈ പലരും ഇപ്പൊ ഇതിനെ വിമർശിച്ചിട്ടുണ്ടാവും. ഈ 8ാം ക്ലാസ് വരെയുള്ള ഓൾ പാസ് നിർത്തലാക്കിയത് വല്ലാത്ത ചെയ്തായി പോയി എന്നൊക്കെ പറയുന്ന ഒരുപാട് പേര് വിമർശനവുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു നിലപാടുമായിട്ട് എന്തിനും അങ്ങനെ കൊണ്ടുവന്നു എന്നുള്ളത്. പക്ഷെ അത് നമ്മുടെ തന്നെ ഒരു നല്ലൊരു ഭാവിക്ക് വേണ്ടിയിട്ടാണ്. 9ിലോട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് അക്ഷരം അറിഞ്ഞൂടാന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് കൂട്ടിച്ചേർത്ത് വായിക്കാൻ അറിഞ്ഞൂടാന്ന് പറയുന്നത് ഒരു വലിയൊരു മോശമാണ്. കാരണം ഇപ്പോഴത്തെ ഒരു നൂറ്റാണ്ടിൽ അത് ഭയങ്കര മോശമാണ്. കാരണം ഇപ്പൊ വരുന്ന കുട്ടികളെല്ലാം എല്ലാം പഠിച്ച് മുന്നേ വരികയാണ്. നമുക്കൊന്നും ഒരു ചാൻസ് ഇല്ല. ആ ഒരു ചാൻസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യേണ്ട ഒരു സമയമാണ്. നമ്മുടെ ചാൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അടുത്ത ആള് വരികയാണ്. എനിക്ക് നമ്മുടെ ഇപ്പൊ 8 അല്ലെങ്കിൽ 9ാം ക്ലാസ്സിൽ ഇരിക്കുന്ന കുട്ടിക്ക് ശരിക്കും മലയാളം കൂട്ടി വായിക്കാൻ അറിയാത്തൊരു അവസ്ഥയാണ്. അങ്ങനെയാണ് നമ്മുടെ വിദ്യാഭ്യാസം നമ്മളെ കൊണ്ടുപോയി വെച്ചിരിക്കുന്നത്. അത് തിരിച്ചറിഞ്ഞിട്ട് ഇപ്പൊ ഈ ഒരു നയം കൊടുക്കുന്നത് എത്രയോ നല്ലതായിരുന്നു തോന്നണേ. കുറച്ച് നേരത്തെ കൊണ്ടുവന്നിരുന്നെങ്കിൽ അതെ, നല്ലൊരു കാര്യമായിരിക്കും. കാരണം അങ്ങനെയാണെങ്കിൽ നമ്മള് കുട്ടിക്കാലം തൊട്ട് തന്നെ, കുട്ടിക്കാലം എന്ന് വെച്ചാൽ നമ്മൾ പഠിക്കാൻ തുടങ്ങുന്ന ഒരു കാലം കൊണ്ട് തന്നെ നമ്മൾ എല്ലാത്തിലും എല്ലാ അക്ഷരങ്ങളും ഒന്ന് പഠിച്ച് നല്ലൊരു രീതിയിൽ നമുക്കൊരു വിദ്യാഭ്യാസം നേടാൻ കഴിയും. അതുപോലെ തന്നെ അത് നമുക്ക് നമ്മുടെ ജോലിയിലായാലും നമ്മുടെ സ്കില്ലിലായാലും എല്ലാത്തിലും അത് പ്രതിഫലിക്കും. നല്ല അവസരങ്ങൾ നമ്മുടെ നാട്ടിൽ അങ്ങനെയാകുമ്പോൾ ഉണ്ടാവും. നമ്മൾ നമ്മുടെ നാട്ടിൽ തന്നെ നിന്ന് നല്ലൊരു ജീവിതം നയിക്കാനും അതുപോലെ തന്നെ പുറം രാജ്യങ്ങളിലേക്ക് കുട്ടികൾ പോവാൻ നമ്മുടെ നാട്ടിൽ നിൽക്കാനുള്ളൊരു അവസരം നമ്മുടെ നയങ്ങളിൽ മാറ്റിയാൽ തന്നെ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ തന്നെ നമ്മൾ വേറൊരു കാര്യം കൂടി ചിന്തിക്കണം. ഇപ്പൊ നമ്മളെല്ലാവരും നല്ല രീതിയിൽ പഠിക്കും, കുഴപ്പമില്ല, ഓൾ പാസ് ഒന്നും കുഴപ്പമില്ല, ഞങ്ങൾ പഠിച്ചെടുത്തോളാം എന്നൊക്കെ പറഞ്ഞാലും നല്ല രീതിയിൽ എല്ലാവരും വന്നാലും അവിടെ പറയുന്ന ഒരു പ്രധാന കാരണം നമുക്ക് ജോലി കിട്ടത്തില്ല. എല്ലാം പഠിച്ചിറങ്ങി കഴിയുമ്പോൾ നമ്മളിവിടെ ബ്ലിങ്കസ് കണക്ക് നിൽക്കേണ്ടി വരും. എന്താണ്? ജോലിയില്ല. കാരണം കേരളത്തിൽ ജോലിയില്ല, തൊഴിലില്ലായ്മ വളരെയധികം രൂക്ഷമായിട്ട് കണ്ടിരിക്കുകയാണ്. അതിന് കാരണം നമ്മുടെ സർക്കാരും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതും ശ്രദ്ധിക്കണം. അതിലൊരു മാറ്റം വരണം. അധികാരികളാണ് അത് ശ്രദ്ധിക്കേണ്ടത്. എന്താണ് നമ്മുടെ തെറ്റെന്ന് തിരിച്ചറിഞ്ഞ് അതിനൊരു നടപടി ഉണ്ടാക്കിയിട്ട് മുമ്പോട്ട് പോവുക. നല്ല നല്ല തീരുമാനങ്ങൾ എടുത്താൽ തന്നെ ഭരണം മാറാതെ ആ ഭരണം തന്നെ തുടരാന് ജനങ്ങൾ തന്നെ കൂടെ നിൽക്കും, വിദ്യാർത്ഥികൾ തന്നെ കൂടെ നിൽക്കും. എത്ര ആനുകൂല്യങ്ങളാണ് തമിഴ്നാട്ടിലും ഇവർക്കൊക്കെ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്നത് മാസ വരുമാനത്തായിട്ടും. എത്ര ആനുകൂല്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ഫോളോ ചെയ്യായിരുന്നെങ്കിൽ നമുക്ക് നല്ലൊരു വിദ്യാർത്ഥികളും നല്ല വിദ്യാഭ്യാസം നയം അല്ലേ എല്ലാം വന്നിട്ടുണ്ടെങ്കിൽ എത്ര മനോഹരമായിരുന്നു നമ്മുടെ വിദ്യാഭ്യാസം. ഇപ്പൊ നമ്മൾ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് എനിക്ക് വേറൊരു ന്യൂസിന്റെ കാര്യം ഓർമ്മ വന്നത്. കാരണം ഈ ഇടയ്ക്ക് സ്കൂളിലെ അധ്യാപകനോട് മോശമായി പെരുമാറിയ ഒരു വിദ്യാർത്ഥി, അത് ഫോൺ കൊണ്ടുവരാൻ പാടില്ലാത്ത സ്കൂളിൽ, അങ്ങനൊരു സ്കൂളുകളിൽ ഫോൺ കൊണ്ടുപോകാൻ പാടില്ല. അപ്പൊ ഈ ഒരു വിദ്യാർത്ഥി ഫോൺ കൊണ്ടുപോവുകയും സ്കൂളിലെ പ്രധാന അധ്യാപകനെ ഫോൺ പിടിച്ചു വെക്കുകയും തുടർന്ന് പ്രധാന അധ്യാപകന്റെ റൂമിൽ ചെന്ന് ഈ കുട്ടി മോശമായി പെരുമാറുകയും ചെയ്തിരുന്നു. അത് ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ. അതൊക്കെ നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഒരു പ്രശ്നമാണെന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഈ ഒരു കുട്ടി അങ്ങനെ പെരുമാറണമെങ്കിൽ അവന്റെ സൊസൈറ്റിയും അവനെ എത്തരത്തിലാണ് അവനെ പഠിപ്പിച്ചിരിക്കുന്നത് എന്നാണ്. നമ്മൾ ഒരു സ്കൂളിൽ നമ്മൾ പുസ്തകങ്ങൾ മാത്രമല്ല പഠിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് പെരുമാറേണ്ടത്, എങ്ങനെയാണ് ഒരാൾക്ക് നമ്മൾ എങ്ങനെയാണ് റെസ്പെക്ട് കൊടുക്കേണ്ടത്. ഇപ്പൊ
ഗീവ് റെസ്പെക്ട്, ടേക്ക് റെസ്പെക്ട് അതൊക്കെ തന്നെയാണ്. പക്ഷെ ഒരു കുട്ടികൾ എന്ന് പറയുമ്പോൾ ഒരു ബാക്കിയുള്ളവർക്ക് കൊടുക്കേണ്ട ഒരു റെസ്പെക്ട് ഉണ്ട് അല്ലേ? മനുഷ്യരടുത്താണെങ്കിലും സഹജീവികളോടാണെങ്കിലും ഇപ്പൊ ഒരു ചെടി നട്ട് വളർന്നു നിൽക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ആ ചെടിയെ നശിപ്പിക്കാതെ അതിനെ എങ്ങനെ പരിപാലിക്കാം എന്നൊരു ചിന്ത, അങ്ങനെ ഒരു ചിന്തയിലോട്ട് വരണം ശരിക്കും വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ. ഇപ്പൊ നമുക്ക് പരിസര പഠനം എന്ന് പറയുന്ന ഒരു വിഷയം ഉണ്ടായിരുന്നു. അതിന്റെ അകത്തൊക്കെ ഇങ്ങനെ ഒരു ദിവസം നമ്മളൊരു ചെടി നടുക എന്നതാണ് ടാസ്ക് ആദ്യത്തെ പാഠത്തിൽ. പിന്നീട് അതിന് വെള്ളം ഒഴിക്കുക, അങ്ങനെ ഓരോ ഘട്ടമായിട്ടായിരുന്നു. അപ്പൊ അത് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, പക്ഷെ അത് നമുക്കൊരു ഹോബി പാഠമാണ് നമുക്കത്. അതെ, വെള്ളം ഒഴിച്ചു കൊടുത്താൽ അത് വളരും, അതൊരു നല്ല കാര്യമായിട്ട് മാറും. എങ്ങനെ സംരക്ഷിക്കണം, അല്ലെങ്കിൽ എങ്ങനെ സംരക്ഷിച്ചാലാണ് അത് വളരുക. അതിലൊരു മൊട്ട് ഉണ്ടാവുമ്പോ, അതിലൊരു പൂ വിരിയുമ്പോ നമുക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷം. അതെ. അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങളും പഠിപ്പിക്കുന്നത് തന്നെ എല്ലാത്തിനും അതിന്റെ ഓരോ ഘട്ടമായിട്ടുണ്ട്. അതേപോലെ ഫോളോ ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് ആ പൂ പോലെ തന്നെ ഭയങ്കര മനോഹരമായിരിക്കും. അപ്പോൾ സ്കൂളുകളിലെ കുട്ടികളും അതുപോലെ തന്നെ എല്ലാം മനസ്സിലാക്കി പഠിക്കുക. നമ്മളിപ്പം ടീച്ചേഴ്സ് ഇപ്പൊ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ശരിയായിരിക്കണമെന്നില്ല. അവര് പറയുന്നതിൽ ചിലപ്പോൾ എന്തെങ്കിലും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് തിരുത്താൻ ശ്രമിക്കുക. വിദ്യാർത്ഥികളുടെ മനോനില അല്ലെങ്കിൽ അവരുടെ ഒരു ചിന്ത അതിനനുസരിച്ച് അധ്യാപകരിൽ നിന്ന് അവരെ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി. ഇപ്പോഴത്തെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഉപദേശങ്ങളോടൊന്നും തീരെ താല്പര്യമില്ലാത്തവരാണ്. ഉപദേശങ്ങൾ തീരെ സ്വീകരിക്കാത്ത കുട്ടികളാണ്. അപ്പൊ അതൊക്കെ മാറ്റിവെച്ച് അവരുടെ അടുത്ത് നല്ല രീതിയിൽ സംസാരിച്ച് വേറെ രീതിയിലോട്ട് അത് കടക്കാതെ എങ്ങനെ അധ്യാപകരെ ബഹുമാനിക്കണം എന്നുള്ളതൊക്കെ വിദ്യാഭ്യാസത്തിൽ നിന്ന് തന്നെ നമ്മൾ പഠിക്കേണ്ടത്. വിദ്യാലയത്തിൽ നിന്നാണ് നമ്മൾ അത് പഠിക്കേണ്ടത്. എങ്ങനെയാണ് ഒരു അധ്യാപകനെ റെസ്പെക്ട് ചെയ്യേണ്ടത്, എല്ലാം അവിടെ നിന്ന് തന്നെ പഠിപ്പിക്കേണ്ടത്. എന്നിട്ട് ആ അധ്യാപകരെ തന്നെ ഇങ്ങനെ മോശമായിട്ട് അവരുടെ അടുത്ത് ബിഹേവ് ചെയ്യുമ്പോ എന്താണ് നമ്മളാണ് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ വിദ്യാർത്ഥി നമ്മളടുത്ത് എന്തുകൊണ്ട് അങ്ങനെ പെരുമാറി. അതെ. ഇപ്പം ഞാൻ പറയട്ടെ, ഈ നമ്മുടെ ഒരു കുട്ടിക്കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് സ്കൂളുകളിലായിരിക്കും. വീടുകളിലും അല്ലെങ്കിൽ വേറെ വീടുകളിൽ നിൽക്കുന്നതിനെക്കാട്ടി കൂടുതൽ നമ്മുടെ സ്കൂളുകളിലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടുകാരെക്കാൾ കൂടുതൽ നമ്മളെ അറിയുക നമ്മുടെ ഫ്രണ്ട്സിനും നമ്മുടെ ടീച്ചേഴ്സിനുമാണ്. നമ്മുടെ ക്യാരക്ടർ ബിൽഡ് ചെയ്യാനായാലും എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാനും എല്ലാം സ്കൂളുകളിൽ നിന്നാണ്. അപ്പൊ അതിന് അത്രയും മാത്രം ഇമ്പോർട്ടൻസ്. ഈ അധ്യാപകരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ അവർക്ക് ഒരു ക്ലാസ്സില് 70 75 കുട്ടികളാണ് ഒരു ക്ലാസ്സിലുള്ളത്. അതും ഒരു അധ്യാപകനാണ് ഇവരെ എല്ലാവരെയും നിയന്ത്രിക്കേണ്ടത്. ആ ഒരു പ്രവണത ശരിക്കും പറഞ്ഞാൽ അതെനിക്ക് തോന്നുന്നു അവർക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇത്രയും പേര്, അതും വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള കുട്ടികളെ ഹാൻഡിൽ ചെയ്യാന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ ഒരു ക്ലാസ് റൂമിൽ 75 കുട്ടികൾ എന്നുള്ളത് മാറ്റിയിട്ട് കുറച്ചും കൂടെ കുറവ് വിദ്യാർത്ഥികളാക്കണം ഓരോ ക്ലാസ്സുകളിലും. അപ്പോഴല്ലേ എല്ലാവരേക്കും ശ്രദ്ധ കൊടുക്കാൻ പറ്റുള്ളൂ. ചില സമയങ്ങളിലൊക്കെ ഒരാളിൽ മാത്രം ശ്രദ്ധ കൊടുക്കുന്നു, അയാളെ മാത്രം പരിഗണിക്കുന്നു എന്നൊക്കെ കേസുകൾ. ബാക്ക് ബെഞ്ചേഴ്സിനെ എടുത്തു മാറ്റി പറഞ്ഞ ടീച്ചേഴ്സ് എന്നേ ഒഴിവാക്കി ഇതായിരിക്കും. ബാക്ക് ബെഞ്ചേഴ്സിനൊന്നും ആരും ശ്രദ്ധിക്കില്ല. പക്ഷെ ബാക്ക് ബെഞ്ചേഴ്സ് ആണ് പിന്നീട് ടീച്ചേഴ്സിന്റെ ഒക്കെ കൂടുതൽ ഇഷ്ടമുള്ള ഒരാൾക്കാരായി മാറുന്നത്. ശരിക്കും ഫ്രണ്ട് ബെഞ്ചിലിരിക്കുന്നവരൊക്കെ ഭയങ്കര പഠിപ്പീസായിരിക്കും. പുറകിലിരിക്കുന്നവര് ഫുള്ള് അലമ്പായിരിക്കും. അങ്ങനെയുള്ള ഒരു ഇതുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ച് കുട്ടികളുടെ ഒരു എണ്ണം ക്ലാസ് റൂമിൽ ചുരുങ്ങിക്കഴിഞ്ഞാൽ ഇവർക്ക് എല്ലാവരുടെയും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റും. കുട്ടികളുടെ മാനസികമായിട്ടുള്ള മാറ്റങ്ങളും എല്ലാവർക്കും കുറച്ചും കൂടെ കൂടുതലായിട്ട് മനസ്സിലാക്കിയിട്ട് അങ്ങനെ വിദ്യാർത്ഥികൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അതെ. ഇപ്പൊ അതുപോലെ തന്നെ ക്ലാസ് മുറികളെല്ലാം ഡിജിറ്റൽ ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അത് നല്ലൊരു കാര്യമാണ് അല്ലേ? കുറച്ചും കൂടി ഡിജിറ്റൽ ആവുമ്പോൾ അവർക്ക് ഇങ്ങനെ നിന്ന് നമ്മൾ പറയുന്നതിനേയും കാട്ടിയും അതൊന്ന് കാണിച്ചു കൊടുക്കും. വിഷ്വൽ കാണുമ്പോഴല്ലേ നമുക്ക് കുറച്ചും കൂടി പെട്ടെന്ന് മനസ്സിലാവുക പറയുന്നതിനേക്കാൾ കൂടുതൽ. ഈ അടുത്ത് മറ്റേ ചോദ്യപേപ്പർ ചോർന്നൊരു സംഭവം ഉണ്ടായിരുന്നു. ഓൺലൈൻ ട്യൂഷൻ സെന്ററിലായിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ നിന്നാണ് അതുണ്ടായത് എന്നൊരു വിഷയം വന്നു. ആ സമയത്ത് സ്കൂളുകളെല്ലാവരും പറഞ്ഞിരുന്നത് സ്കൂളുകളെല്ലാം അവർക്ക് നേരെ തിരിഞ്ഞു നിന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് സ്കൂളുകാർക്ക് ഒരു വെല്ലുവിളിയാണ് ശരിക്കും ട്യൂഷൻ സെന്റർ എന്ന് പറയുന്നത്. ഭൂരിഭാഗം എല്ലാ കുട്ടികളും ട്യൂഷൻ സെന്ററുകളിൽ പോകുന്നുണ്ട്. ഓൺലൈൻ ട്യൂഷൻ ആണെങ്കിലും അവർ മൊബൈലിലൂടെ ട്യൂഷൻ സെന്ററിൽ ട്യൂഷൻ കാണുന്നുണ്ട്. അങ്ങനെ ഞാൻ പേഴ്സണലി പറയുമ്പോൾ എന്റെ അനിയത്തി, അവളിപ്പോ 10th കഴിഞ്ഞു.
അതിനുശേഷം അവള് സൈലത്തിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവള് സൈലത്തില് ഞാൻ ചോദിച്ചു, നീ എന്തുകൊണ്ട് ട്യൂഷൻ സ്കൂളിൽ പഠിപ്പിക്കുന്നില്ലേ, നന്നായിട്ട് പഠിപ്പിക്കുന്നില്ലേ, പിന്നെ എന്തിനാ ഈ ഓൺലൈനിൽ ചേർന്നിരിക്കുന്നു ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, സ്കൂളുകളിൽ ഒന്നും പഠിപ്പിക്കുന്നില്ല, അവര് ഡെയിലി ഓരോ പാഠം എടുത്ത് പോകുകയല്ലാതെ അതിൽ കൂടുതലായിട്ട് ഒന്നും കുട്ടികൾക്ക് മനസ്സിലാവുന്നുണ്ടോ, എല്ലാവർക്കും അത് മനസ്സിലായോ, അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുള്ളൊരു ചോദ്യം അവിടെ ഇല്ല. അവരവരുടെ കർത്തവ്യം ചെയ്തു പോകുന്നു. പക്ഷെ ട്യൂഷൻ സെന്ററുകളിൽ അങ്ങനെയല്ല. ഓരോ വിദ്യാർത്ഥിനെ എടുത്ത് അവര് ആ കുട്ടികൾക്കുള്ള പ്രശ്നം എന്താണ്, ആ കുട്ടികൾ എന്തുകൊണ്ട് അത് പഠിക്കുന്നില്ല, എന്തുകൊണ്ട് അവർക്ക് അത് മനസ്സിലാകുന്നില്ല, എല്ലാം കൃത്യമായി ചോദിച്ചറിഞ്ഞ് അതിനുള്ള പരിഹാരം കണ്ട് അവരെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ട്യൂഷൻ സെന്ററിൽ പോകുന്നത്. അവളുടെ ക്ലാസ്സിൽ തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾ ഇങ്ങനെ ട്യൂഷൻ സെന്ററിലാണ് പോകുന്നത് രാവിലെ. അതെ, അതായത് ഇപ്പൊ സ്കൂളുകൾ എന്ന് പറയുമ്പോൾ വെറും പരീക്ഷ എഴുതാനുള്ള ഒരു കേന്ദ്രമായിട്ട് മാത്രമായി മാറിയിട്ടുണ്ട്. പഠിക്കുന്നതെല്ലാം വേറെ ട്യൂഷൻ സെന്റർ അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചിട്ട് പരീക്ഷ എഴുതാൻ. അതുകൊണ്ട് തന്നെ ട്യൂഷൻ സെന്റേഴ്സ് ഒക്കെ കൂടി വരുന്നത്. അതുകൊണ്ടാണ് അവരുടെ ഇത് മാത്രമായി മാറിയത് ഇപ്പോ. ശരിക്കും അപ്പൊ എന്തായാലും അത് വർദ്ധിച്ചു വരികയാണ്. അതൊക്കെ നമ്മുടെ ഈ വിദ്യാഭ്യാസത്തിന്റെ പോരായ്മകളാണ്. അതെല്ലാം മാറ്റണം. നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം നൽകാൻ കഴിയണം. പറഞ്ഞിട്ട് കാര്യമില്ല, അതിനുള്ള ഉത്തരവാദികൾ നമ്മളാണ് എന്നുള്ളത് തിരിച്ചറിയണം. അതെ. അപ്പൊ നമുക്ക് ഇന്നത്തെ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. നല്ലൊരു വിദ്യാഭ്യാസ നയമാണ് ഇപ്പോ അടുത്ത് പ്രഖ്യാപിച്ചത്. അത് പ്രാബല്യത്തിൽ വന്നു. അത് നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോകട്ടെ. നമുക്ക് നല്ലൊരു എല്ലാ കുട്ടികൾക്കുമായിട്ട് അതൊരു നല്ലൊരു ഭാവിക്ക് വേണ്ടിയിട്ടാണ്. അത് അക്സെപ്റ്റ് ചെയ്ത് അത് മനസ്സിലാക്കി എല്ലാവരും പഠിക്കുക. മാറുന്ന കാലത്തിനനുസരിച്ചൊരു വിദ്യാഭ്യാസം ഉണ്ടാവട്ടെ, നല്ലൊരു സമൂഹം ഉണ്ടാവട്ടെ. മനുഷ്യരെ സ്നേഹിക്കാനും മനുഷ്യരെ മാത്രമല്ലാതെ മൃഗങ്ങളെ, നമ്മുടെ സഹജീവികളെ എല്ലാം പരിപാലിക്കാനും സ്നേഹത്തോടെ കാണാനും അങ്ങനെയുള്ളൊരു നല്ലൊരു വിദ്യാഭ്യാസ സമൂഹം, നല്ലൊരു വിദ്യാർത്ഥികള് ഉണ്ടാവട്ടെ നമ്മുടെ കേരളത്തിൽ. ഈ വളർന്നു വരുന്ന കുട്ടികളാണല്ലോ നമ്മുടെ ഭാവി താരങ്ങൾ എന്ന് പറയുന്നത്. അവരാണ് നമ്മുടെ കേരളം എങ്ങനെ ആവണമെന്ന് തീരുമാനിക്കുന്നവര്. ശരിക്കും അത് നമ്മുടെ എക്കണോമിയെ തന്നെ, നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ അത് നല്ല രീതിയിൽ മാറ്റം വരുത്തും. അതെ, അതുകൊണ്ട് തന്നെ അവര് കേരളത്തിന് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക, അവിടെ തന്നെ അവരുടെ സ്കില്ലെല്ലാം യൂട്ടിലൈസ് ചെയ്യുക എന്ന് മാത്രമേ പറയാനുള്ളൂ. പുറം രാജ്യങ്ങള് പോകണ്ടെന്നല്ല, പോയിക്കോ, പക്ഷെ കൂടുതലായിട്ട് അങ്ങ് പോകരുത്. നമുക്ക് കേരളത്തിൽ ആൾക്കാർ ഇവിടെ തന്നെ ഉണ്ടാവട്ടെ ഒരുപാട് അവസരങ്ങൾ. നമ്മുടെ ഈ ഇപ്പൊ ഈ വന്ന പോലെ ഓരോരോ മാറ്റങ്ങൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവട്ടെ, വിദ്യാഭ്യാസ നയത്തിൽ ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് തന്നെ പുതിയ പുതിയ സ്റ്റാർട്ടപ്പുകളോ വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടാവട്ടെ. അതെ, അതും പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നത്തെ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നു. നാളെ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും വരാം. ബൈ.